ഹലോ, നമുക്ക് ഉൾക്കാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോയാലോ? ഇതെന്റെ അമ്മയുടെ നാട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോ ആണ്. കർണാടകയില് എന്റെ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അച്ഛൻ വിശ്വസിക്കുന്ന ഒരു ശക്തി ഈ ക്ഷേത്രത്തിലെ ദേവിയാണ് കേട്ടോ. ഇവിടെ ദേവി നിൽക്കുന്ന രൂപമാണ്. സാരിയൊക്കെ ഉടുത്ത് സൂപ്പറായിട്ടാണ് ഒരുക്കി വെച്ചിരുന്നത് നമ്മൾ ചെന്ന സമയത്ത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒന്ന് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ നമ്മള് ദേവി ക്ഷേത്രത്തിലെത്തി. ഇത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രം തുറക്കുന്നതും അതുപോലെ തന്നെ പൂജകൾ നടക്കുന്നത്. നമ്മൾ പക്ഷേ പോയത് ഞായറാഴ്ചയായിരുന്നു. എന്റെ മോളുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അവൾ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മള് ഞായറാഴ്ച തുറക്കില്ലല്ലോ, ജസ്റ്റ് പുറത്തു നിന്നായാലും തൊഴുതിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. പക്ഷേ അമ്പലം തുറന്നിരുന്നു. ദേവീനെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എൻ്റെ അച്ഛൻ വിശ്വസിക്കുന്ന ഒരു ശക്തി ഈ ഇവിടത്തെ ദേവീനെയാണ്. സോ അതിൽ നമ്മളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവീനെ എൻ്റെ മോളെ കാണിക്കാൻ കഴിഞ്ഞതില്, അല്ലെങ്കിൽ ദേവീനെ കാണിക്കാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. അവളുടെ ഭാഗ്യം എന്ന് പറയാം. ഞായറാഴ്ച ദിവസവും അന്ന് നമ്മൾ പോയ ആ ഞായറാഴ്ച ദിവസം ക്ഷേത്രം തുറന്നിരുന്നത്. പിന്നെ അവിടെ നിറയെ ആ മാവില് കുഞ്ഞു കുഞ്ഞു നാട്ടുമാങ്ങ പോലത്തെ മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ദേവിനെ കണ്ടത് തന്നെ വലിയൊരു സമാധാനമായിരുന്നു. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാര്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം നമുക്ക് വേണ്ടി തുറന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചില കാര്യങ്ങൾ നമുക്ക് അറിയാലോ, കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന സമയത്ത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ദേവീനെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാര്യം അത്രയും ഭംഗിയും, എനിക്കറിയില്ല, നമുക്കത് ആ രൂപത്തിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും. അത്രയും ഇഷ്ടമാണ്. അവിടെ കാം ആൻഡ് ക്വയറ്റ് ആണ്. കുറച്ച് ക്ഷേത്രം ഈ കാടിനുള്ളിലായത് കൊണ്ട് തന്നെയും അപ്പോ ഒരുപാട് ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ഒന്നും അല്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാര് പോയി പൂജ ചെയ്യുന്ന ക്ഷേത്രമാണത്. ഭയങ്കര സന്തോഷമായി. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.